എന്നോടൊക്കെ ആളി അല്ല. പിന്നെ ഇതെന്നെ തന്നെത്താൻ പറഞ്ഞ് ചിരിച്ചോണ്ടിരിക്കണേ, എന്നാ പറ്റി? വെട്ടി. വെട്ടിയോ? അല്ലെന്ന് വാഴ, കുറച്ച് വാഴയൊക്കെ വെട്ടിന്നേ. ആഹാ, വാഴയാണോ? ഞാനങ്ങ് പേടിച്ചേ. വാഴ വെട്ടിട്ട് ഇയാൾ വന്ന് ചിരിക്കുവാണോ? ആള് കൊള്ളാലോ. അല്ല, അപ്പത്തെ പറമ്പിൽ നിന്ന് കുറെ വാഴയുണ്ടല്ലോ, അത് ഞാൻ മൊത്തം അങ്ങ് വെട്ടി. അയ്യോ, വിഷമിച്ച് പോയെങ്കിലുണ്ടല്ലോ, വാഴ ആയതുകൊണ്ട് വെട്ടാനായിട്ട് നല്ല രസാ. ശിക 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 ശികാന്ന്. ഓ, അല്ലേലും വാഴ നിങ്ങളുടെ പാർട്ടിക്ക് കണ്ണിന് കണ്ടുകൂടല്ലോ. കണ്ടു കഴിഞ്ഞ് അപ്പ വെട്ടും. അല്ല, അത് പിന്നെ കറണ്ട് കമ്പനി എടുത്തെങ്ങാനും വാഴ കണ്ടു കഴിഞ്ഞാൽ ഞങ്ങൾ അപ്പം ഇട്ടു. അല്ലെങ്കിൽ ഞങ്ങൾക്ക് എന്തോ ഒരു ഇതാ. ഇത് വല്ലാത്തൊരു സൂക്കേട് തന്നെയാ. ഇതിന് നാട്ടുകാർ തന്നെ ചികിത്സിക്കേണ്ടി വരും. കൃഷിയൊക്കെ എങ്ങനെയാട്ടാ? ഓ, കൃഷിയൊക്കെ വളരെ മോശം. ഒന്നാമത് ഉണ്ടാവണൊക്കെ കീടാണുക്കൾ തിന്നുമല്ലേ. പിന്നെ പോരാത്തിന് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ വിലയില്ല. പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ഭയങ്കര ബുദ്ധിമുട്ടാണ് നമ്മുടെ നാട്ടിൽ കൃഷി ചെയ്യുന്ന ചിലവ്, കൂലി ചിലവ് അതനുസരിച്ച് കിട്ടണമില്ല. പിന്നെ മഴയില്ല. ഈ പ്രകൃതിയൊക്കെ എല്ലാവരും വെട്ടി നശിപ്പിക്കുകയല്ലേ. ആരോട് പറയും, എവിടെ പറയും, എന്ത് പറയും, ആര് കേൾക്കരുത്. അവിടെയാണ് കുറച്ച് വെട്ടാനുണ്ട്. വിത്തിട്ട് വെള്ളമൊഴിച്ച് വളർത്തി അതിനെ സംരക്ഷിച്ച് വിളവെടുക്കുന്ന സമയം വരെയുള്ള ബുദ്ധിമുട്ട്, ആ ബുദ്ധിമുട്ടൊന്നും നിങ്ങൾക്ക് അറിയില്ല. ഞാൻ വിളിക്കാട്ടാ. ആ ചേട്ടാ, മോനെ നീ അവിടെ പോണ്? ഞാൻ കറണ്ട് ബില്ല് അടയ്ക്കാൻ പോണു. അത് ശരി. അവിടെ എനിക്ക് കറണ്ട് ബില്ലോട്ട് നോക്കിയിട്ട് എനിക്കൊന്നും മനസ്സിലാകണില്ല. പിന്നെ നമ്മൾ സമയമാകുമ്പോൾ അതങ്ങ് അടച്ചു പോകണമെന്ന് മാത്രമേ ഉള്ളേ. നീ ഒരു കാര്യം, ഞാൻ കറണ്ട് ബില്ലൊന്ന് തരാമോ? അതെന്തിനാട്ടാ? ഒരു സംശയം ചോദിക്കാനാ. എടാ, ഈ ഫിക്സ്ഡ് ചാർജ് എന്ന് പറഞ്ഞാൽ സ്ഥിരം അടച്ചു പോണ ചാർജാണോ? ഫിക്സ്ഡ് ചാർജ് അല്ല, ഫിക്സ്ഡ് ചാർജ്. എല്ലാം ഒന്നൊക്കെ തന്നെ. പിന്നെ എനർജി ചാർജ്. ചേട്ടാ, അതാണ് നമ്മൾ ശരിക്കും അടയ്ക്കേണ്ട ബിൽ തുക. ആണോ? ആഹാ, മയങ്ങാത്തോലി. അപ്പൊ മറ്റതൊക്കെ എന്തോന്നാടേ? എന്ത്? പിന്നെ ഡ്യൂട്ടി. ഇവര് തന്നെ ഡ്യൂട്ടിയുടെ പൈസ കടയും നമ്മൾ കൊടുക്കേണ്ടി വരും. ചേട്ടാ, അത് ഈ ബില്ലിലെ തുകയുടെ 10% അങ്ങോട്ട് മാറ്റൽ. അങ്ങനെയൊക്കെ ആയിരിക്കാം. ഫ്യുവൽ സാർ അല്ല ചേട്ടാ, ഫ്യുവൽ സാർ. ഓ, അങ്ങനെ. അതായത് ഇന്ധനം നിറയ്ക്കൽ. ഇന്ധനം നിറയ്ക്കലോ? പിന്നെ അതിന്റെ താഴത്ത് നോക്കിക്കേ, എന്താണ്? മന്ത്ലി ഫ്യൂവൽ സാർ. ഓ, മനസ്സിലായി. മാസം തോറും ഇന്ധനം നിറയ്ക്കല്. അതൊക്കെ വേണ്ടി വരും. ഇതൊന്നും ഇവിടെ കൊണ്ട് തീരില്ല. റൗണ്ട് ഓഫ് അല്ലേ? വേണ്ട മാഷേ, ഈ റൗണ്ട് ഓഫ് എന്ന് പറഞ്ഞാൽ എന്താ? അത് റൗണ്ട് ഓഫ് അല്ല, അതെനിക്ക് മനസ്സിലായി. ഈ റൗണ്ട് ഓഫിൻ്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചത്. അല്ല, അതൊക്കെ തന്നെ റൗണ്ട് ഓഫ് തന്നെ.
റൗണ്ട് ഓഫ് തന്നെ. ആ ചേട്ടാ ഈ റൗണ്ട് ഓഫ് എന്ന് വെച്ചാണല്ലോ ആ. വെറുതെ ഒരു രസം. ഏ? ആ ചുമ്മാ ഒരു രസം. ഓക്കെ